നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥയാണ് കേട്ടോ. ഒരു ഭക്തന് ഭഗവാൻ വിശ്വരൂപ ദർശനം നൽകിയ ഒരു കഥയാണ്. ഇദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഭഗവാനെ ചതുർബാഹുവായിട്ട് സർവ്വ അലങ്കാരങ്ങളോട് കൂടിയിട്ട് ദർശിക്കുക എന്നുള്ളത്. ഇദ്ദേഹം ആഗ്രഹിച്ചത് ഒരു യുഗത്തിലാണ്, പക്ഷെ ഭഗവാൻ അത് സാധിപ്പിച്ചു കൊടുത്തത് വേറൊരു യുഗത്തിലാണ്. ഇദ്ദേഹം പോലും മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ അത് മറക്കാതെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത ഒരു കഥ. നമ്മുടെ ഗുരുവായൂരപ്പൻ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം ഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മളത് മറന്നു പോയാലും ആ മറന്ന് ഇരിക്കുന്ന സമയത്തായിരിക്കും ഭഗവാൻ അത് സാധിപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ അതിശയിച്ചു പോകും, ഭഗവാൻ ഇത് ഞാൻ ആഗ്രഹിച്ച കാര്യമാണല്ലോ, നീ അത് സാധിപ്പിച്ചു തന്നല്ലോ എന്ന്. അങ്ങനെ ഒന്നും മറക്കാതെ നമുക്ക് സാധിപ്പിച്ചു തരുന്ന ഒരു ഭഗവാന്റെ കഥയാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ ഇന്നലത്തെ തൊഴാൻ പോയ വിശേഷങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് ശങ്കരനാരായണ രൂപത്തിലായിരുന്നു കേട്ടോ, ചതുർബാഹുവായിട്ടുണ്ടായിരുന്നത് ശ്രീലകത്ത്. പെട്ടെന്ന് ഒരു സാധാരണ ഭക്തൻ നോക്കിക്കഴിഞ്ഞാൽ ചതുർബാഹുവായിട്ട് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് പോലെ തോന്നുള്ളൂ. പക്ഷെ അവിടെ കാവലമ്മമാർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഇന്ന് ശങ്കരനാരായണ രൂപത്തിലാണെന്ന്. അപ്പൊ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ 4 തൃക്കൈകളിൽ പിടിച്ചിരിക്കുന്ന മുദ്രകളിലെ ആ ആയുധങ്ങളിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാകും ശങ്കരനാരായണ രൂപത്തിലാണ് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു. അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസത്തിലായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത്. അതെല്ലാം നമുക്ക് വഴിയെ പറയാം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ചതുർബാഹുവായിട്ട് ശങ്കരനാരായണ രൂപത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് നമ്മളൊരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പനാണെന്നേ തോന്നുള്ളൂ. പക്ഷെ ആ മുദ്രകളിലെ ആ ആയുധങ്ങളിലെ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇന്നലെ കാണാനായിട്ട്. ആ ഒരു പ്രത്യേകത നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്കത് മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഇന്നലെ 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാന്. ഒരെണ്ണം മുഴുവനായിട്ടും വെളുപ്പ് നന്ദ്യാർ വട്ടപ്പൂക്കളിൽ കോർത്തതായിരുന്നു. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കോർത്തതായിരുന്നു. പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ആ മാല തുടങ്ങുന്ന ആ ഭാഗത്ത് കുറച്ച് തുളസി കോർത്തിട്ടുണ്ട്. പിന്നെ നന്ദ്യാർവട്ടം, പിന്നെ നന്ദ്യാർവട്ടത്തിന്റെ ഇടയിൽ കുത്തുകുത്ത് പോലെ തെച്ചി കോർത്തിട്ട് പിന്നെ നന്ദ്യാർവട്ടം. അങ്ങനെ കൂടുതലും താഴേക്ക് എത്തുമ്പോൾ പാദത്തിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടായിരുന്നു കേട്ടോ. കൂടുതലും വെളുത്ത നന്ദ്യാർവട്ട പൂക്കളായിരുന്നു ഉണ്ടമാലയിൽ ഉണ്ടായിരുന്നത്. ഇതിന് നടുക്കാണ് ശങ്കരനാരായണ രൂപത്തിലെ നമ്മുടെ ഭഗവാൻ ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിലൊരു ഗോപി തിലകമുണ്ട്. കാതിലും ഗോപി തിലകങ്ങൾ തന്നെയാണ് കേട്ടോ ചാർത്തിയിരിക്കണത്. 3 മാലയുണ്ട്. ഒരു വളയം പോലത്തെ മാലയും പിന്നെ വേറെ 2 മാലയുണ്ട്. കൈകളിലെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടാണ്. അരയിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നല്ല കസവിന്റെ ഒരു പട്ടാണ് കേട്ടോ ഉടയാട, ഇങ്ങനെ ഞൊറിഞ്ഞു ചുറ്റിയിരിക്കുന്നത്. അത് അര മുതൽ ആ പാദം വരെ ചുറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നല്ല തിളക്കുണ്ട് കേട്ടോ. നല്ല വീതിയുള്ള കസവിന്റെ ഉടയാടയാണ്. നല്ല തിളങ്ങുന്ന രീതിയിലാണ് കേട്ടോ. അപ്പൊ ആ പാദങ്ങളിൽ എനിക്ക് ഇന്നലെ കാൽത്തള കാണാൻ സാധിച്ചിരുന്നില്ല. അത് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ തിളക്കത്തിലേ അത് കാൽത്തളയാണോ എന്ന് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ദൂരെ നിന്ന് നോക്കുമ്പോൾ. പിന്നെ 4 തൃക്കൈകളാണ് ഭഗവാന് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ വലത്തെ ഭാഗത്ത് 2 കൈകളിലെ ഒന്നിൽ താമരപ്പൂ പിടിച്ചിട്ടുണ്ട്. മഹാവിഷ്ണു ആണല്ലോ നമ്മുടെ ഭഗവാനാണ്, നമ്മുടെ ഗുരുവായൂരപ്പനാണ്. താമരപ്പൂ പിടിച്ചിട്ടുണ്ട്. പിന്നെ സ്വർണത്തിന്റെ ചക്രം കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇടത്തെ ഭാഗത്താണ് മഹാദേവന്റെ രീതിയിൽ ശങ്കരനായിട്ട് ചാർത്തിയിരിക്കുന്നത്. അതിൽ മുകളിലുള്ള കൈയിലെ ഒരു മാൻകുട്ടിയെ, കുഞ്ഞു മാൻകുട്ടിയാണ് കേട്ടോ ചാർത്തിരിക്കുന്നത്. പിന്നെ താഴെയുള്ള കയ്യിൽ ഒരു അഭയ മുദ്രയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ശങ്കരനായിട്ട് ചാർത്തിയിരിക്കുന്ന ഭാഗത്തുള്ള ആ കൈകളിലുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു മാൻകുട്ടിയും പിന്നെ ഒരു അഭയ മുദ്ര ഉണ്ടായിരുന്നത്. വലത്തെ ഭാഗത്താണ് നാരായണനായിട്ട് നമ്മുടെ ഭഗവാനായിട്ട് ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു താമരയും പിടിച്ചിട്ടുണ്ട്, പിന്നെ ചക്രവും കൂടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചതുർബാഹുവായിട്ട് ശങ്കരനാരായണ രൂപത്തിലെ മഹാവിഷ്ണുവും മഹാദേവനും കൂടെ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രത്യേകത എന്നാണ് നമുക്ക് ഈ ചതുർബാഹുവായിട്ട് കൈകളിൽ ചാർത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒന്ന് നാരായണനും ബാക്കി പകുതി ഭാഗം ശങ്കരനുമാണെന്ന് കേട്ടോ. അങ്ങനെ നല്ല വിശേഷപ്പെട്ട ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപം, നമ്മുടെ ഭഗവാന്റെ ശങ്കരനാരായണ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമ്മൾ ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ഗണപതിക്ക് നല്ല
വലിപ്പത്തിലായിരുന്നു ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല വലിയ ഓറഞ്ച് നിറത്തിൽ തിളങ്ങുന്ന ഒരു ഉടയാടയാണ് കേട്ടോ ഇന്നലെ ഗണപതി ചുറ്റിയിരിക്കണത്. പിന്നെ അത് കൂടാതെ ഒരു ഉത്തരീയ ഉണ്ടായിരുന്നു. അത് ഈ വെളുത്ത മുണ്ടുണ്ടല്ലോ, ചുവപ്പും പച്ചയും കരകളോട് കൂടിയിട്ടുള്ള മുണ്ട്, അതാണ് ഒരു ഉത്തരീയം പോലെ ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നത്. പിന്നെ നല്ല ഭംഗിയിലെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ മാല, ഒരു വീതിയുള്ള ഒരു മാലയാണ് അണിഞ്ഞിരിക്കുന്നത്. പിന്നെ തുമ്പിയിൽ ഒരു സ്വർണ്ണപ്പൂ പതിച്ചിട്ടുണ്ട്. പിന്നെയും ഇങ്ങനെ ദേഹത്ത് തന്നെ 2-3 സ്വർണ്ണപ്പൂക്കൾ പതിച്ചിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ നെറ്റിയിലെ സ്വർണ്ണ നിറത്തിൽ ഒരു അർദ്ധഗോളാകൃതിയിലെ ഒരു പൊട്ട് പോലെ, അത് ഇങ്ങനെ അർദ്ധഗോളം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുമല്ലോ, അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പൊട്ടാണ് കേട്ടോ നെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിങ്ങനെ തട്ടുകളായിട്ട് 4-5 തട്ടുകളായിട്ടാണ് നല്ല ഭംഗിയിൽ ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ തട്ടുകൾക്കിടയിലും ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഭംഗിയിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രഭാവലയം ഇങ്ങനെ പുറകിൽ വെച്ചിട്ടുണ്ട്. അത് സ്വർണ്ണ നിറത്തിലാണ് ഒരു വളയം ഇങ്ങനെ പ്രഭാവലയം പോലെ വെച്ചിട്ട് അതിൽ നിന്ന് സൂര്യകിരണങ്ങൾ, ആ പ്രഭ വരുന്നത് പോലെ ചന്ദനം കൊണ്ട് ഓരോ കിരണങ്ങളായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടിയിട്ട് വലിയൊരു സ്വരൂപത്തിലാണ് ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ചാർത്തിയിട്ടുണ്ട് എല്ലാ അലങ്കാരങ്ങളും. പിന്നെ ആ പ്രഭാവലയത്തിന്റെ ആ കിരണങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നി കേട്ടോ എനിക്ക്. അത്ര നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്ന വലിയൊരു ഗണപതിയായിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. അങ്ങനെ ഗണപതിയെ തൊഴുതിട്ട് നമ്മൾ നേരെ ഭഗവതി അമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്നലെയും വാതിൽമാടത്തിൽ കൂടെ തന്നെ തൊഴുതത്. ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ വളരെ ലളിതമായിട്ടുള്ള ഒരു അലങ്കാരം ഉണ്ടായിരുന്നത്. ചുവന്ന നിറത്തിലായിരുന്നു പട്ടുടയാട ഉണ്ടായിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്ക്. നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. കഴുത്തിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് അതിന് നടുക്ക് ഒരു സ്വർണ്ണപ്പൂവ്, ചെറിയൊരു സ്വർണ്ണപ്പൂവാണ് കേട്ടോ, അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാതുകളിലും അതേപോലെ തന്നെയാണ് ചെറിയ സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. പിന്നെ കാതുകൾക്ക് മുകളിൽ ഈ ചെറിയ കാതുപൂക്കളുണ്ടല്ലോ, അതിന് മുകളിലും 1-2 ചെറിയ സ്വർണ്ണ നിറത്തിൽ 2-3 അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂടാതെ ചെറിയൊരു കിരീടം പോലെ ഒരു കാശുമാല, ഇങ്ങനെ കാശുമാല ഉണ്ടല്ലോ, കാശുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങനത്തെ ചെറിയൊരു കിരീടം ചൂടിയിട്ട് അതിന് മുകളിൽ ഒരു സ്വർണ്ണ തിലകം കൂടെ ചാർത്തിയിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ വളരെ ലളിതമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു കുഞ്ഞു ഭഗവതി അമ്മയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചുവന്ന പട്ടുടയാടയൊക്കെ ചാർത്തിയിട്ട്. അപ്പം അത്രയും സുന്ദരിയായിട്ടാണ് ഇന്നലെയും ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാനായിട്ട് ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഭഗവതി അമ്മയ്ക്ക് മുൻപിലെ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ. അയ്യപ്പൻ ഇന്നലെ വലിയ ഗൗരവത്തിലിരിക്കുന്നുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഇന്നലെ ഒരു മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. 3 മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു സ്വർണ്ണപ്പൂവ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാതിൽ ചെറിയ സ്വർണ്ണപ്പൂക്കളുണ്ട്. നല്ല ഭംഗിയിൽ മുഖചാർത്തുണ്ട്. ആ മുഖത്തിൻ്റെ കണ്ണുകളുടെ പ്രത്യേകത ഒന്നും പറയാതിരിക്കാൻ സാധിക്കില്ല കേട്ടോ. കണ്ണുകൾ നമ്മൾ നേരെ ഇങ്ങനെ ചാർത്തുന്നതിന് പകരം കുറച്ചിങ്ങനെ ഉയർത്തിയിട്ട്, ആ കണ്ണിൻ്റെ വാൽഭാഗം ഒന്ന് ഉയർത്തിയിട്ട് ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ പുരികവും ഒന്ന് ഉയർത്തിയിട്ട്, അപ്പോൾ ഒരു ഗൗരവമുള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നൂലേ. അങ്ങനെ ഒരു പ്രത്യേക ചാർത്തായിരുന്നു മുഖത്ത് കണ്ണുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഒരു പ്രത്യേക ഗൗരവമൊക്കെ ഇന്നലെ നമ്മുടെ അയ്യപ്പന് തോന്നിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗൗരവത്തോട് കൂടിയിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വേറെ 3 സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ട് ഒരു കിരീടം പോലെ ചൂടിയിരിക്കാം. ആ കിരീടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു മാല പോലെ സ്വർണത്തിൻ്റെ ഒരു പ്രത്യേക അങ്ങനെ തൂക്കിയിട്ടിട്ട് അങ്ങനെ ഒരു അലങ്കാരം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇന്നലെ അയ്യപ്പനെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഗൗരവത്തോട് കൂടിയിരിക്കുന്ന വലിയൊരു അയ്യപ്പനാണ്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് കഥ പറയാം കേട്ടോ. മുജുകുന്ദൻ പേരുള്ള ഒരു രാജാവുണ്ട് അയോധ്യയിൽ. ഇദ്ദേഹം ശ്രീരാമന് മുൻപ് ജീവിച്ചിരുന്ന ഒരു ആളാണ് കേട്ടോ. അങ്ങനെ ഈ രാജാവിന് അയോധ്യയിലെ രാജാക്കന്മാരെ ഇന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിപ്പിക്കും സ്വർഗ്ഗലോകത്തേക്ക്. അതെന്തിനാന്ന് വിചാരിച്ചാൽ അവിടെ അസുരന്മാര് രാക്ഷസന്മാരൊക്കെ യുദ്ധത്തിനൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ യുദ്ധം നടത്താനായിട്ട് സഹായത്തിനായിട്ടാണ് ഈ രാജാക്കന്മാരെ വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ മുജുകുന്ദൻ എന്നു പേരുള്ള രാജാവിന് സ്വർഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കാം. അപ്പോൾ ഇദ്ദേഹമാണ് സേനാധിപതിയായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ യുദ്ധമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് അടുത്ത സേനാധിപതിയായിട്ട് സുബ്രഹ്മണ്യ സ്വാമി വന്നു കേട്ടോ. എന്നിട്ട് സ്ഥാനമേറ്റപ്പോൾ ഇദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ട് തിരിച്ചു പോരാനായിട്ട് നിൽക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് മുജുകുന്ദൻ്റെ അടുത്ത് ചോദിക്കുക എന്ത് വരമാണ് വേണ്ടതെന്ന്. കാരണം യുദ്ധത്തിലൊക്കെ സഹായിച്ചതല്ലേ, ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെയാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഒരു വരം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ മുജുകുന്ദൻ ഈ രാജാവ് പറഞ്ഞു,
എനിക്ക് മോക്ഷമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അയ്യോ, മോക്ഷം തരാനുള്ള അവകാശം എനിക്കില്ല, ഞാൻ തന്നെ എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്, അതുകൊണ്ട് മോക്ഷം തരാനായിട്ട് സാധിക്കില്ല, വേറെ എന്തെങ്കിലും വരം വേണമോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് ഉറങ്ങണം നന്നായിട്ട് എന്ന് പറഞ്ഞു. കാരണം യുദ്ധമൊക്കെ ആയതുകൊണ്ട് ഉറക്കമില്ലാതെയാണ് യുദ്ധം നടത്തിയിരുന്നത്. അപ്പോൾ വലിയ ക്ഷീണമുണ്ട്, എത്ര ദിവസങ്ങൾ എത്ര കാലങ്ങളായിട്ട് നടത്തുന്ന യുദ്ധമാണെന്നറിയോ. അപ്പോൾ ആ ഉറക്കമില്ലാതെ വലിയ ക്ഷീണമായിരിക്കുന്നു, അപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. അതിനുള്ള സഹായം ആ ഒരു വരം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവേന്ദ്രൻ ആ ഒരു വരം കൊടുക്കുകയാണ് കേട്ടോ. നന്നായി ഉറങ്ങിക്കോളൂ, ഉറക്കത്തിൽ ആരെങ്കിലും ശല്യം ചെയ്യാനായിട്ട് വന്നാലേ കണ്ണു തുറന്നിട്ട് ആദ്യം നോക്കുന്ന ആളുണ്ടല്ലോ, ആ ആള് ഭസ്മായിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനിടയിൽ കൂട്ടിച്ചേർത്തിട്ടാണ് കേട്ടോ കൊടുത്തത് വരം. അങ്ങനെ ഇദ്ദേഹം ഉറങ്ങാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നില്ല കേട്ടോ, അയോധ്യയിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് യുദ്ധം നടന്നിട്ട് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മരണപ്പെട്ടു പോയി. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ആയിരിക്കുന്നു അയോധ്യയിലെ. അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ തന്നെ ആരും തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് കരുതിയിട്ട് ഇദ്ദേഹം ഉറങ്ങാനായിട്ട് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാനായിട്ട് ഒരു ഗുഹയിലേക്ക് എത്തിയിട്ടോ. എന്നിട്ട് ആ ഗുഹയിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങാം. അങ്ങനെ ഗംഭീര ഉറക്കാണ്. പിന്നെയും ഇങ്ങനെ യുഗങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ അടുത്ത ദ്വാപരയുഗമായിട്ടോ, ശ്രീകൃഷ്ണന്റെ സമയമായി. ഇദ്ദേഹം ശ്രീരാമന് മുൻപുള്ള ഒരാളാണെന്ന് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ശ്രീരാമന്റെ യുഗമൊക്കെ കഴിഞ്ഞിട്ട് ദ്വാപര യുഗത്തിലെ ശ്രീകൃഷ്ണന്റെ സമയമായിട്ടോ. അപ്പോൾ ശ്രീകൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ കംസനെയൊക്കെ വധിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ കംസനെ വധിച്ചപ്പോൾ കംസന്റെ പത്നിമാര് രണ്ടുപേര് ജരാസന്ധന്റെ മക്കളാണല്ലോ, അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, കൃഷ്ണൻ കാരണമാണ് ഞങ്ങൾ വിധവകളായത്, അതുകൊണ്ട് കൃഷ്ണനെ യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ആവശ്യം പറയുകയാണ് ജരാസന്ധന്റെ അടുത്ത്. അങ്ങനെ ജരാസന്ധൻ വേഗം യുദ്ധത്തിന് പുറപ്പെട്ടു. 18 തവണ യുദ്ധത്തിനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 18ാമത്തെ തവണ യവനൻ എന്ന പേരുള്ള ഒരു മഹാരാജാവുണ്ട്, ഗ്രീക്ക് രാജ്യത്തുള്ള മഹാരാജാവാണ് അദ്ദേഹം കൂടെ യുദ്ധം ചെയ്യാനായിട്ട് വരികയാണ് കേട്ടോ. ശ്രീകൃഷ്ണനെതിരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം കൃഷ്ണനാട്ടത്തിൽ വളരെ ഗംഭീരമായിട്ട് നല്ല രസമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് യവനന്റെ ആ വരവൊക്കെ. സ്വയംവരം കൃഷ്ണനാട്ടത്തിലാണ് കേട്ടോ ഈ ഒരു കഥ പറയുന്നത്. അപ്പൊ യവനനെയൊക്കെ നല്ല ഗംഭീരമായിട്ട് ആ വരവൊക്കെ നല്ല രസത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ യവനനാണെങ്കിലോ ശ്രീകൃഷ്ണനെ കണ്ടിട്ടില്ല, കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയില്ല. അങ്ങനെ വരുന്ന വഴിക്ക് നാരദ മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, കൃഷ്ണൻ എങ്ങനെയാ, കാണാൻ എങ്ങനെയാ, കണ്ടാൽ എങ്ങനെ ഇരിക്കും, കണ്ടാൽ തിരിച്ചറിയണല്ലോ, എന്നാലല്ലേ യുദ്ധം ചെയ്തിട്ട് തോൽപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നാരദ മഹർഷി കൃഷ്ണൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടാൽ മനോജ്ഞൻ, മുകിലിന്റെ വർണ്ണൻ, കാർക്കൂന്തലിന്മേൽ പീലി, അതാണ് വേഷം എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ മനസ്സിലായി എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ കണ്ടാലിരിക്കാന്ന്. ഇവർ അന്വേഷിച്ച് യവനൻ ശ്രീകൃഷ്ണൻ അന്വേഷിച്ച് മധുരയിലേക്ക് എത്തി. മധുരയിലാണ് താമസിക്കുന്നത് എല്ലാവരും കംസനെയൊക്കെ വധിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ഭഗവാൻ ഇങ്ങനെ പുറം തിരിഞ്ഞു നിൽക്കുക, തിരിഞ്ഞിട്ടാ നിൽക്കുന്നത്, മുഖം കാണുന്നില്ല. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ആ ഒരു രൂപത്തിലാണോ എന്ന് അറിയണ്ടേ. അങ്ങനെ ഭഗവാനാണെങ്കിൽ പത്മമാലി നിരായുധനായിട്ട് കൈകളിൽ ആയുധമൊന്നും ഏതാണ്ടാണ് നിൽക്കുന്നത്, പുറം തിരിഞ്ഞിട്ടായതുകൊണ്ട് മനസ്സിലാവണില്ല. അപ്പൊ അത് നാരദൻ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണനാണോ എന്ന് അറിയാൻ വേണ്ടി ഓടി ചെല്ലുക ഭഗവാന്റെ അടുത്തേക്ക്, ആ മുഖം ഒന്ന് കാണാനായിട്ട്. അപ്പൊ ഭഗവാൻ എന്താ ചെയ്തതെന്നറിയോ, ഭഗവാൻ അതിനേക്കാൾ വേഗത്തിൽ അങ്ങോട്ട് ഓടി. പിന്നാലെ രാമേടനും അതിന് പുറകിലായിട്ട് യവനൻ മഹാരാജാവും കൂടെ ഓട്ടോട്ടം. അങ്ങനെ ഓടിയിട്ട് ബലരാമേട്ടൻ ആ ഒരു പർവ്വതം ഉണ്ടോ, പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയി. ശ്രീകൃഷ്ണനാകട്ടെ പർവ്വതത്തിന്റെ നടുക്കൊരു ഗുഹയുണ്ട്, ആ ഗുഹയിലാണ് നമ്മുടെ മുജുകുന്ദൻ കിടന്നുറങ്ങണതേ, അതിനുള്ളിലേക്ക് അങ്ങടെ കയറി. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ കാണാനില്ല കേട്ടോ, പിന്നെ കയറിയ ആളിനെ പിന്നെ കാണാനില്ല. പിന്നാലെ വരുന്ന യവനനാണെങ്കിലോ വന്ന് കയറിയ പാടെ കണ്ടത് അവിടെ ഒരാൾ ഇതാ മൂടി പൊതച്ച് കിടന്നുറങ്ങണം. അങ്ങനെ യവനൻ വിചാരിച്ചത് വേറെ ആരും ഇപ്പം ഇങ്ങോട്ട് കയറി വരാനൊന്നും ഇല്ലല്ലോ, ശ്രീകൃഷ്ണനാവും അതെന്ന് വിചാരിച്ചിട്ട് ഒറ്റ ചവിട്ടാ കൊടുത്തു. മുകുന്ദൻ എന്ന് കൽപ്പിച്ചു മുജുകുന്ദനെ ചവിട്ടിനാൻ. അങ്ങനെയാണ്, അതായത് മുജുകുന്ദനെ ചവിട്ടി ഉടനെ മുജുകുന്ദൻ ഞെട്ടി എണീറ്റു കേട്ടോ. ഉറക്കത്തിന് എത്ര യുഗങ്ങളായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ഉറക്കത്തു നിന്നാണ് ഉണർന്നിട്ട് കണ്ണൊക്കെ തിരുമ്പി തുറന്ന് നോക്കിയ ഉടനെ മുൻപിൽ നിൽക്കുന്ന ആള് ഭസ്മാവൂന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. യവനൻ ആ നോട്ടത്തിൽ തന്നെ ഭസ്മമായി പോയിട്ടോ. അങ്ങനെ പിന്നെ മുജുകുന്ദൻ എന്താ ഉണ്ടായെന്ന് മനസ്സിലാവണില്ല. കാരണം ഇത്രയും നാളുകൾ കിടന്നുറങ്ങിയിരിക്കുകയല്ലേ, മുൻപിൽ ആരാണ് ഭസ്മമായി പോയെന്ന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോഴാണ് ആ ആദ്യം പോയി ആളുണ്ടല്ലോ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ഇങ്ങോട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആരുടെ? മുജുകുന്ദന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ, നല്ല പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാ. അങ്ങനെ മുജുകുന്ദൻ ഈ സൗന്ദര്യത്തിനെ ഇങ്ങനെ നോക്കിക്കാണാ, നല്ല ഭംഗിയില്. ഈ കഥയില് സ്വയംവരം കഥയിലെ ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനം നൽകുന്ന ഒരു ഭാഗമാണ് കേട്ടോ. മുജുകുന്ദന് വിശ്വരൂപ ദർശനം നൽകുന്ന ഒരു ഭാഗമാണിത്.
അങ്ങനെ 4 തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് വലിയ ഒരു പൊന്നിൻ്റെ കിരീടമൊക്കെ അണിഞ്ഞിട്ട് നെറ്റിയിൽ ഗോപി തിലകം, കാതിലെ മകരകുണ്ടലങ്ങൾ, മുത്തുകളും പവിഴങ്ങളും ഒക്കെ പിടിപ്പിച്ച മാല, നെഞ്ചിലെ ആ ശ്രീവത്സം എന്ന മറുക്, പിന്നെ അരയിലെ കിങ്ങിണി, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് ആ പീതാംബര പട്ടുടുത്തിട്ട് അങ്ങനെ അത്രയും മനോഹരമായ രൂപത്തോടു കൂടി നിൽക്കുന്ന ഭഗവാനെ മുജുകുന്ദൻ ഇങ്ങനെ നോക്കി കാണുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കാം, ആരാ മനസ്സിലായില്ല എന്ന് പറയാ. കാരണം മുജുകുന്ദൻ അറിയില്ലേ, ശ്രീരാമന്റെ മുൻപുള്ള ആളാണ്. ഇപ്പോ ആ ശ്രീരാമ ത്രേതായുഗവും കടന്നിട്ട് ദ്വാപരയുഗത്തിലെത്തി. അപ്പൊ ശ്രീകൃഷ്ണൻ ആരാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഭഗവാൻ പറയാണ് കേട്ടോ, പുഞ്ചിരിച്ചു കൊണ്ടാ മറുപടി പറയുന്നത്, ഞാൻ ശ്രീകൃഷ്ണനാണ്, അങ്ങയുടെ ത്രേതായുഗമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പൊ ദ്വാപരയുഗം ആയിരിക്കുന്നു, ഞാൻ ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടായെന്നും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം യുദ്ധത്തിന് വേണ്ടി ഇന്ദ്രൻ വിളിച്ചതും ആ ഒരു വരം കൊടുത്തതും ഉറങ്ങുന്നതും പിന്നെ ആ സമയത്താണ് യവനൻ കയറി വന്നതും യവനനാണ് ഭസ്മായെന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഥ. എന്നിട്ട് അപ്പോഴാണ് ഇദ്ദേഹത്തിന് എല്ലാം മനസ്സിലായത്. അങ്ങനെ ഭഗവാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ, അതായത് മുജുകുന്ദൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് അറിയുമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു ആഗ്രഹം ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ മറന്നിരിക്കണു. ഇദ്ദേഹം വിചാരിച്ച സമയത്ത് തന്നെ മറന്നു, നമ്മളെ പോലെ തന്നെ. പക്ഷെ ഭഗവാൻ അത് മറന്നിട്ടില്ല. അതാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഞാൻ ഇങ്ങനെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഓർമ്മയുണ്ടോ, അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം വേഗം പറഞ്ഞു മറുപടി, ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഭഗവാൻ പറയാണ് കേട്ടോ, അന്ന് സ്വർഗത്തിലെ ത്രേതായുഗത്തിലെ യുദ്ധത്തിന് വന്ന സമയത്തെ, യുദ്ധമില്ലാത്ത സമയങ്ങളും ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ ആ ഒരു സമയത്താണ് ഗർഗ മഹർഷി പുരാണ പ്രഭാഷണം നടത്താൻ കേട്ടോ, ഗംഭീരമായിട്ട്. അപ്പൊ അതിൽ അന്ന് ശ്രീരാമന്റെ അവതാരം ഉണ്ടായിട്ടില്ല. അപ്പൊ ശ്രീരാമൻ ഇങ്ങനെ അവതാരത്തിന് മുന്നെയാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. അങ്ങനെ അതിൽ ഇങ്ങനെ വർണ്ണിക്കുകയാണ്, ശ്രീരാമന്റെ അവതാരം ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് നല്ല സുന്ദരനായിട്ടുള്ള കൃഷ്ണനായിട്ട് ഭഗവാൻ അവതരിക്കും. എന്നിട്ട് ഭഗവാന്റെ ആ ഒരു വർണ്ണനം നല്ല ഭംഗിയുള്ള നയനങ്ങളായിരിക്കും, മൂക്കാണ് ഏറ്റവും ഭംഗി, ചുണ്ട് അതിനേക്കാൾ മനോഹരമാണ്, അത്രയും ഭംഗിയുള്ള പുഞ്ചിരിയാണ്, പീതാംബരപ്പട്ട് അണിഞ്ഞിട്ടാണ്, വനമാലകളൊക്കെ ചാർത്തി അത്രയും സുന്ദരമായിട്ടുള്ള ആ ഒരു രൂപം ഇങ്ങനെ കേശാദിപാദം പാദാദികേശം ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് കേട്ടപ്പോൾ മുജുകുന്ദനെ മനസ്സിലൊരാഗ്രഹം, അങ്ങനെ ഭഗവാനെ എനിക്ക് കാണാനായിട്ട് സാധിക്കുമോ, എനിക്കതൊക്കെ കാണാനായിട്ട് തരപ്പെടുമോ, അത്രയും ഭംഗിയായിരുന്നിട്ടാണ് കേട്ടോ ഭഗവാൻ ഇങ്ങനെ വർണ്ണിക്കുന്നത്. അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഗർഗ മഹർഷിയുടെ അടുത്ത് ചോദിക്കാം, ഭഗവാന്റെ ഈ ഒരു രൂപത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഗർഗ മഹർഷി പറഞ്ഞു, അതൊക്കെ എന്തായാലും സാധിക്കും, നിങ്ങൾ വിചാരിച്ചാൽ മതി, തനിക്കത് തരാമെന്ന് പറഞ്ഞിട്ട് ഗർഗ മഹർഷി അങ്ങോട്ട് പോയി. അദ്ദേഹം അത് കാര്യമായിട്ട് എടുത്തില്ല, മുജുകുന്ദനും അതും കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ ഭഗവാൻ അത് കണക്കിലെടുത്തു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയോ, ഈ ദ്വാപര യുഗത്തില് ഈ മുജുകുന്ദന്റെ മുന്നിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഭഗവാൻ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് ചോദിക്കാം, അന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഗർഗ മഹർഷിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുജുകുന്ദന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്, ഈ ഒരു സ്വരൂപത്തിൽ ഇത്രയും എന്താ പറയുക അലങ്കാരങ്ങളോട് കൂടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത് കാണാനായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ മുജുകുന്ദൻ്റെ അടുത്ത് പറയാണ്, മുജുകുന്ദന് മോക്ഷം നൽകാനാണ് താൻ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഒരു ജന്മം കൂടെ ഉണ്ട് മുജുകുന്ദനെ, അതായത് ശ്രീലാചാര്യരായിട്ടാണ് ജനിക്കുക. അപ്പോൾ ഭാഗവതത്തിൻ്റെ ആ വ്യാഖ്യാനമൊക്കെ നടത്തിയിട്ടുള്ള ശ്രീലാചാര്യരായിട്ടാണ് ജനിക്കുക. അതും കൂടെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമാവാണ് കേട്ടോ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ മുജുകുന്ദൻ്റെ ആഗ്രഹം മനസ്സിൽ ഭഗവാനെ കാണണം എന്ന് തോന്നിച്ച ആ ഒരു ആഗ്രഹം മുജുകുന്ദൻ പോലും മറന്നപ്പോഴും ഭഗവാൻ അത് ഓർമ്മിച്ച് സാധിപ്പിച്ചു കൊടുത്ത ആ ഒരു കഥ. അപ്പോൾ ഇത് എനിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട കഥയാണെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു വിശ്വരൂപ ദർശനം വരുന്ന ഒരു കഥയാണല്ലോ, ആ അലങ്കാരത്തോട് കൂടിയിട്ട് ദർശിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഭാഗം. ഇതുകൊണ്ടൊക്കെയാണ് എനിക്കിതിനോട് ഈ കഥയോടൊരു പ്രത്യേക ഇഷ്ടമുള്ളത്. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ കേട്ടോ. ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് നാമജപം എണ്ണാറുണ്ടായിരുന്നു. 3,25,625 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ. പിന്നെ ശുക്രന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശുക്രന് അസുഖം ഭേദമായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ആടിയ എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെയും കുറച്ച് പേര് ഭക്തർ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു നമ്മുടെ വീഡിയോയ്ക്ക് ചൂടിയും പറഞ്ഞിട്ടുണ്ട്, ആടിയെണ്ണ ഉപയോഗിച്ചിട്ട് അവരുടെ അനുഭവങ്ങൾ, ആ ഒരു വേദന അല്ലെങ്കിൽ അസുഖം മാറാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ അനുഭവങ്ങൾ കൂടെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും എന്താ പറയുക, ദൈവം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നൽകിയ ഒരു ഔഷധം തന്നെയാണ് നമുക്ക് ആടിയെണ്ണ എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരുടെ അടുത്തും പറയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട്, അലങ്കാരമായിട്ട്, കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.